ലക്ഷക്കണക്കിന് രൂപ സബ്സിഡി കിട്ടുന്ന ആട്, കോഴി, പന്നി വളർത്തൽ പദ്ധതികൾക്ക് കേരളത്തിൽ അപേക്ഷകർ തീരെ കുറവ്. ദേശീയ കന്നുകാലി മിഷന്റെ സംരംഭകത്വ വികസന പദ്ധതിയുടെ ഭാഗമായുള്ള കേന്ദ്ര പദ്ധതിക്ക് 3 വർഷത്തിനിടെ അപേക്ഷിച്ചത് വെറും 50ഓളം പേർ മാത്രം. ആട്, കോഴി, പന്നി മുതലായവയെ വളർത്താൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് കിട്ടും ലക്ഷങ്ങളുടെ സബ്സിഡി. പദ്ധതിയെക്കുറിച്ചും പദ്ധതിയിൽ അംഗമാകാൻ എന്ത് ചെയ്യണമെന്നും പദ്ധതിയിൽ അംഗമായാൽ എന്തൊക്കെ ആനുകൂല്യങ്ങൾ കിട്ടുമെന്നും നോക്കാം. സ്വന്തമായോ പാട്ടത്തിനോ കുറച്ച് സ്ഥലവും അതിലൊരു ആട്ടിൻകൂടോ കോഴിക്കൂടോ പന്നിക്കൂടോ പണിയാനുള്ള സ്ഥലസൗകര്യവുമുണ്ടെങ്കിൽ നിങ്ങൾക്കുമാകാം ഒരു മികച്ച സംരംഭകൻ. അധ്വാനിക്കാനുള്ള ആരോഗ്യവും മനസ്സുമുണ്ടെങ്കിൽ ഇന്ന് ലാഭമുണ്ടാക്കാൻ കഴിയുന്ന ഏറ്റവും മികച്ച സംരംഭമാണ് ആട്, കോഴി, പന്നി വളർത്തൽ സംരംഭങ്ങൾ. ഇവയെ വളർത്തി നല്ല വരുമാനമുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ലക്ഷങ്ങളാണ് കേന്ദ്ര സർക്കാർ സബ്സിഡിയായി നൽകുന്നത്. എന്നാൽ ഇക്കാര്യം പലർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ മെച്ചമില്ല എന്ന ധാരണയിൽ പലരും ആട്, കോഴി, പന്നി വളർത്തലിന് തയ്യാറാകുന്നില്ല. എന്നാൽ ഇതല്ല വാസ്തവം. ഉറപ്പായ ലാഭം തരുന്ന ഒരു കൃഷി എന്ന നിലയിലോ സംരംഭം എന്ന നിലയിലോ ആട്, കോഴി, പന്നി വളർത്തൽ തുടങ്ങാൻ ആരംഭിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ ഇനി ഒട്ടും വൈകേണ്ട. എല്ലാ പദ്ധതികൾക്കും 50% സബ്സിഡിയുണ്ട്. ഓരോന്നിനും എത്രയൊക്കെ തുക സബ്സിഡി കിട്ടുമെന്ന് നോക്കാം. എത്ര അപേക്ഷകരുണ്ടെങ്കിലും തുക ലഭിക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുള്ളത്. അഞ്ഞൂറ് പെണ്ണാടുകളെയും 25 മുട്ടനാടുകളെയും വളർത്താൻ 50 ലക്ഷം രൂപയാണ് കേന്ദ്ര സർക്കാർ സബ്സിഡിയായി നൽകുന്നത്. 400 പെണ്ണാടുകളെയും 20 മുട്ടനാടുകളെയും വളർത്താൻ 40 ലക്ഷം രൂപയുടെ സബ്സിഡി കേന്ദ്ര സർക്കാർ നൽകും. 300 പെണ്ണാടിനെയും 15 മുട്ടനാടിനെയും വളർത്താൻ 30 ലക്ഷം രൂപയുടെ സബ്സിഡിയാണ് കേന്ദ്ര സർക്കാർ നൽകുന്നത്. 200 പെണ്ണാടുകൾക്കും 10 മുട്ടനാടുകൾക്കുമായി 20 ലക്ഷം രൂപയുടെ സബ്സിഡിയും 100 പെണ്ണാടുകൾക്കും 5 മുട്ടനാടുകൾക്കുമായി 10 ലക്ഷം രൂപയുടെ സബ്സിഡിയും കേന്ദ്ര സർക്കാർ സംരംഭകർക്ക് നൽകും. അൻപത് പെൺപന്നികളെയും 5 ആൺപന്നികളെയും വളർത്താൻ 15 ലക്ഷം രൂപയും 100 പെൺപന്നികളെയും 10 ആൺപന്നികളെയും വളർത്താൻ 30 ലക്ഷം രൂപയുടെ സബ്സിഡിയും കേന്ദ്ര സർക്കാർ നൽകും. 1000 പിടക്കോഴിയെയും 100 പൂവൻ കോഴിയെയും വളർത്താൻ 25 ലക്ഷം രൂപയുടെ സബ്സിഡിയാണ് കേന്ദ്ര സർക്കാർ സംരംഭകർക്ക് നൽകുന്നത്. ആർക്കൊക്കെയാണ് ആനുകൂല്യം ലഭിക്കുന്നത്? വ്യക്തിഗത സംരംഭകർ, സ്വയം സഹായ സംഘങ്ങൾ, ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ, ഫാർമർ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ തുടങ്ങിയവയ്ക്ക് ആനുകൂല്യം ലഭിക്കും. പദ്ധതിക്ക് ആവശ്യമായ ഭൂമി സംരംഭകർ സ്വന്തമായോ പാട്ട വ്യവസ്ഥയിലോ കണ്ടെത്തണം. 10% തുക സംരംഭകരുടെ കൈവശം ഉണ്ടായിരിക്കണം. ആരാണ് സംരംഭകർക്ക് പണം നൽകുന്നത്? ദേശീയ കന്നുകാലി മിഷനാണ് സംരംഭകർക്ക് പണം നൽകുന്നത്. സംസ്ഥാന ലൈവ് സ്റ്റോക്ക് വികസന ബോർഡിനാണ് പദ്ധതി നിർവഹണ ചുമതല. തീറ്റപ്പുൽ സംസ്കരണത്തിനും പണം കിട്ടും. പദ്ധതിയിൽ അംഗമാകാൻ ആവശ്യമായ രേഖകൾ എന്തൊക്കെയാണ്? ഭൂമിയുടെ ഉടമസ്ഥാവകാശ രേഖ അല്ലെങ്കിൽ പാട്ടച്ചീട്ട്, മേൽവിലാസം തെളിയിക്കുന്നതിന് ആധാർ കാർഡ് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തിരിച്ചറിയൽ കാർഡ്, അതുമല്ലെങ്കിൽ കറന്റ് ബില്ല് തുടങ്ങിയവ മേൽവിലാസം തെളിയിക്കുന്നതിനുള്ള രേഖകളായി സമർപ്പിക്കാം. ഇതിനു പുറമെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ചെക്കും 6 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും, മുൻപരിചയ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ പരിശീലന സർട്ടിഫിക്കറ്റ്, പാൻ കാർഡ്, വിദ്യാഭ്യാസ യോഗ്യതാ സർട്ടിഫിക്കറ്റ് എന്നിവയും വേണം. പദ്ധതിയിൽ അംഗമാകാൻ അപേക്ഷിക്കേണ്ടത് എങ്ങനെ? www.nlm.udayamitra.in എന്ന കേന്ദ്ര സർക്കാർ പോർട്ടലിലൂടെ ഓൺലൈനായി അപേക്ഷിക്കാം. പദ്ധതിയുമായി ബന്ധപ്പെട്ട സംശയ നിവാരണത്തിന് KLD ബോർഡിൻ്റെ തിരുവനന്തപുരം ഓഫീസിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 0471 244938.